ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് ഇവാഞ്ചലിസ്റ്റ് ഷൈജു ജോർജ്. ഞാൻ ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ കീഴിൽ എലന്തൂരിൽ നിന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഇന്ന് എൻ്റെ ഒരു ചെറിയ സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയജനമേ, ഞാൻ കേരളത്തിലെ സുഖവാസ കേന്ദ്രമായ ഇടുക്കി ജില്ലയിലെ മൂന്നാർ എന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. ഒരു കത്തോലിക്ക പശ്ചാത്തലത്തിലായിരുന്നു ഞാൻ ജനിച്ചു വളർന്നത്. ചെറുപ്പം മുതലേ എൻ്റെ മാതാപിതാക്കളോടും എൻ്റെ ഗ്രാൻഡ് പേരൻസിനോടൊപ്പം വേളാങ്കണ്ണി, കണ്ണമാലി, ഇടപ്പള്ളി തുടങ്ങിയ പള്ളികളിലൊക്കെ പോവുകയും വീട് നിറച്ച് ബിംബങ്ങളെ ഒക്കെ വെച്ച് ആരാധിക്കുകയും ചെയ്തിരുന്ന ഒരു കുടുംബത്തിലായിരുന്നു. എന്നാൽ എൻ്റെ 9ാമത്തെ വയസ്സിൽ ഒരു വെക്കേഷൻ ബൈബിൾ സ്കൂളിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരം കിട്ടി. അന്ന് ഞാൻ യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അതോടൊപ്പം ആ VBSൽ ആഫ്രിക്കയിലേക്ക്, അതായത് നരഭോജികളുടെ ഇടയ്ക്ക് മിഷണറിയായി കടന്നുപോയി അവരെ നരസ്നേഹികളാക്കി മാറ്റിയതായ നമ്മുടെ ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന ആ വലിയ മിഷണറിയുടെ സ്റ്റോറി കേൾക്കുവാനിടയായി. ആ സ്റ്റോറി എൻ്റെ ഹൃദയത്തെ വളരെയധികം സ്പർശിച്ചു. ഏറ്റവും പ്രത്യേകമായിട്ട് അദ്ദേഹം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തൊക്കെ നടന്ന് കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുകയും പല പ്രാവശ്യം അദ്ദേഹത്തെ ദുഷ്ടമനുഷ്യന്മാരും മൃഗങ്ങളൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിലും അവസാനം അദ്ദേഹം മരിക്കുന്ന സമയത്ത് കുടിലിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന സമയത്ത് മരിച്ചുപോയത് അറിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ അതവർ ആഫ്രിക്കയിൽ കുഴിച്ചിട്ടിട്ട് ആഫ്രിക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് ഒരു കപ്പൽ വഴി അദ്ദേഹത്തിൻ്റെ ബോഡി മരത്തോലിലൊക്കെ പൊതിഞ്ഞ് ഇംഗ്ലണ്ടിലേക്ക് അയക്കുകയും അവിടെ വലിയ ഔദ്യോഗിക ബഹുമതിയിലൂടെ അദ്ദേഹത്തെ സംസ്കരിക്കുകയും ചെയ്തു എന്നുള്ള കഥ എൻ്റെ ഹൃദയത്തെ വളരെയധികം സ്പർശിച്ചു. ഞാനത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെയും ഞാൻ അറിയാതെ സമർപ്പിച്ചു. കർത്താവേ, ഞാനും വലുതാകുമ്പോൾ ഒരു മിഷണറിയായിട്ട് വടക്കേന്ത്യയിലും അതുപോലെ ആഫ്രിക്കയിലും ഒക്കെ കടന്നു പോകുമെന്ന് ഞാൻ എന്നെ സമർപ്പിച്ചു. സുവിശേഷം കേട്ടിട്ടില്ലാത്ത ജനങ്ങളുടെ ഇടയ്ക്ക്. കാരണം എൻ്റെ മാതാപിതാക്കൾ അവർക്ക് ആൺമക്കളില്ലായിരുന്ന സമയത്ത് എൻ്റെ ചേച്ചിയെ കൈക്കുഞ്ഞുമായി മലയാറ്റൂർ പള്ളിയിൽ ചെന്ന് നമ്മുടെ തോമാസ് ലീയുടെ പള്ളിയിൽ ഒരു നേർച്ച ദൈവത്തോട് നേർന്നിരുന്നു. ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ നൽകിയാൽ അവനെ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി വടക്കേ ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ അറിയിക്കുവാനായിട്ട് സമർപ്പിക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ 1976 ജനിച്ചത്. 86 എൻ്റെ 9 വയസ്സുള്ള സമയത്ത് ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. അന്ന് മുതൽ എൻ്റെ രക്തത്തെ കലർന്നൊരു ആഗ്രഹമായിരുന്നു ഞാൻ വലുതാകുമ്പോൾ ഒരു മിഷണറിയാണ്. ഞാൻ പഠിച്ചിരുന്നത് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു 7ാം ക്ലാസ് വരെ മൂന്നാറിൽ. അതിനുശേഷം ഞാൻ ഹൈസ്കൂൾ പഠനം എൻ്റെ മൂന്നാർ ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു. പക്ഷേ ഞാൻ ഈ ചെറുപ്രായത്തിൽ തന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് വേറെ ചീത്ത കൂട്ടുകെട്ടിലോ മദ്യപാനം, മയക്കുമരുന്ന് അങ്ങനെ ഒരു കാര്യങ്ങൾക്കും ഇടപെടുവാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. എനിക്ക് അതിലൊട്ടും താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഞാൻ പഠിക്കുന്ന സ്കൂളിലെ കുഞ്ഞുങ്ങൾ തല്ലിപ്പൊളികളായിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ ക്ലാസ്സിലുള്ളവർ ഇപ്രകാരമുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരോടൊക്കെയും ഞാൻ ദൈവസ്നേഹത്തിൽ അത് ഉപയോഗിക്കരുതെന്ന് പറയുവാനൊക്കെ ഇടയായിട്ടുണ്ട്. എൻ്റെ ചെറുപ്രായം മുതൽ എൻ്റെ പാസ്റ്ററിൻ്റെ ഒപ്പം ശനി ഞായർ, ഞാൻ പെന്തക്കോസ്റ്റിലായിരുന്നു, അദ്ദേഹത്തിൻ്റെ തോൾസഞ്ചിയുമായിട്ട് മൂന്നാറിനടുത്ത് ധാരാളം ടീ എസ്റ്റേറ്റുകളുണ്ട്. ആ എസ്റ്റേറ്റിലെ ജനങ്ങളുടെ ഇടയ്ക്കൊക്കെ സുവിശേഷം അറിയിക്കാനായിട്ട് പാസ്റ്ററോടൊപ്പം പോകും, ലഘുലേഖകൾ കൊടുക്കുകയും അതുപോലെ പള്ളിയിൽ ഞാൻ ആക്റ്റീവായിരുന്നു. പാട്ട് പാടാനും എല്ലാ സൺഡേ സ്കൂളിലൊക്കെ ഞാൻ വളരെ ആക്റ്റീവായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ഹൈസ്കൂൾ പഠനത്തിന് ശേഷം മൂന്നാറിനടുത്തുള്ള മറയൂർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് എൻ്റെ പിതാവിൻ്റെ വീട്, എൻ്റെ തറവാട്. അവിടെ നിന്നാണ് ഞാൻ പ്രീ ഡിഗ്രി കോഴ്സ് ചെയ്തത്. അന്ന് PDC ഉണ്ടായിരുന്നു. ഡീപോൾ കോളേജ് എന്ന് പറയുന്ന സഹായഗിരി മറയൂരിനടുത്തുള്ള ഒരു അച്ഛന്മാരുടെ കോളേജാണ്. ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻസാണ്. ആ ഫസ്റ്റ് ബാച്ചിൽ തന്നെ കോളേജ് ലീഡറാകുവാനുള്ള ഭാഗ്യമൊക്കെ എനിക്ക് കിട്ടി. അതിന് മുമ്പ് ഞാൻ ഒരു ഷൈ ടൈപ്പ് വ്യക്തിയായിരുന്നു. പക്ഷേ അവിടെ ഞാൻ കൂടുതലായിട്ട് ദൈവം ആക്റ്റീവാക്കി. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ എന്നിൽ ദൈവം നൽകി. ഞാൻ എൻ്റെ ഒരു ഹൗസിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അതിനുവേണ്ടി പോയിൻ്റ് എടുക്കാനൊക്കെ ഒത്തിരി ആക്ടിവിറ്റീസിലൊക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ 94 ഞാനിവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൂത്ത പെങ്ങളുടെ പേര് ഷൈനി ജേക്കബ് എന്നാണ്. 93 ബീഹാറിലേക്ക് മിഷണറിയായി കടന്നുപോയി. ഞങ്ങളുടെ സഭയിൽ നിന്ന് ആദ്യമായിട്ട് മിഷണറിയായി കടന്നുപോയ വ്യക്തിയാണ് എൻ്റെ ചേച്ചി. അങ്ങനെ ചേച്ചിക്ക് പെട്ടെന്ന് ഒരു അൾസറിൻ്റെ പ്രശ്നമുണ്ടായി. വയറ്റിൽ വേദന വന്ന് ഭയങ്കര ശക്തമായ വേദനയായപ്പോൾ ഞങ്ങളെ അറിയിച്ചപ്പോൾ ഞാനും പപ്പയും മമ്മിയും ബീഹാറിലേക്ക് പെട്ടെന്ന് ട്രെയിൻ കയറി പോകുവാനിടയായി. അതിക്ക് മുമ്പ് ബീഹാറിനെ കുറിച്ച് നെഗറ്റീവായൊരു കൺസെപ്റ്റായിരുന്നു. കാരണം അവിടെ നിന്ന് വരുന്ന മിഷണറിമാരൊക്കെ ഭയങ്കര ഭീകരതയോടെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. എന്നാൽ ഞാനൊരു പോസിറ്റീവ് തിങ്കിങ് ഉള്ള വ്യക്തിയാണ്. ഞാൻ ബീഹാറിൽ ചെന്ന് നോക്കിയപ്പോൾ ധാരാളം നദികളുണ്ട്, നല്ല പച്ചപ്പുകളും വയലുകളും. ഞങ്ങൾ ഗ്രാമങ്ങളിലൊക്കെ അവിടുത്തെ മിഷണറിമാരോടൊപ്പം സുവിശേഷ വേലയ്ക്ക് പോയി. അപ്പോൾ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവർ ഞങ്ങളെ സ്വീകരിക്കുന്ന രീതികൾ, കൽക്കണ്ടം അല്ലെങ്കിൽ പലഹാരങ്ങൾ കൊണ്ട് തരുന്നു, വെള്ളം തരുന്നു, ഒരു സുവിശേഷം കേൾക്കാൻ 100 കണക്കിന് ആൾക്കാർ തടിച്ചു കൊടുക്കുന്നു. ട്രാക്റ്റ് കൊടുക്കുമ്പോൾ
हमको मोटा वाला दीजिए वो वाला दीजिए അത് തരും ഇത് തരുമെന്ന് ചോദിച്ച് മേടിക്കുകയും വായിക്കുകയും ചെയ്യുന്നതൊക്കെ കാണുവാനിടയായി. അപ്പോൾ എൻ്റെ ചിന്താഗതി അതുപോലെ എൻ്റെ ചേച്ചി അന്ന് അനാഥാലയത്തിലെ വാർഡനും കൂടിയാണ്. ആ കുഞ്ഞുങ്ങളുടെ സ്നേഹമൊക്കെ വളരെയധികം എന്നെ ബീഹാറിലേക്ക് ആകർഷിച്ചു. ഞാൻ അതിനുശേഷം കമ്പ്യൂട്ടർ ഡിപ്ലോമ ചെയ്തു. 1 ഇയർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അടിമാലി എന്ന പട്ടണത്തിൽ. അതിനുശേഷം എൻ്റെ 18ാമത്തെ വയസ്സിൽ തന്നെ 95-ൽ മിഷണറികളുടെ കല്ലറത്തോട്ടം എന്ന ബീഹാറിലേക്ക് മിഷണറിയായി കടന്നു പോകാൻ ദൈവം എനിക്ക് അവസരം നൽകി. അവിടെ വലിയൊരു ഓർഗനൈസേഷനാണ് ഗോസ്പൽ എക്കോയിങ് മിഷണറി സൊസൈറ്റി, GEMS എന്ന് പറയും. അവിടെ ഞാൻ മിഷണറി ഇൻറ്റൻസീവ് ട്രെയിനിങ്ങിന് ശേഷം 3 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം എന്നെ മാത്രം, ഞങ്ങൾ 14 പേരുണ്ടായിരുന്നില്ല, എന്നെ മാത്രം അവർ UP ബീഹാർ ബോർഡറിലെ ഒരു സ്ഥലത്ത്, UPയിലെ സോൻഭദ്ര ജില്ലയിൽ എന്നെ ആക്കി മിഷണറിയായിട്ട്. അവിടെ ഗോണ്ട് അതുപോലെ ഉറാവ് എന്നൊക്കെ പറയുന്ന ആദിവാസികളുടെ ഇടയ്ക്ക് ഡേ കെയർ സെൻ്ററുണ്ട്, സ്കൂൾ, പകൽ നടത്തുന്ന സ്കൂളുകൾ. അപ്പോൾ അവിടെ കട്ടോളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എന്നെ അവർ അപ്പോയിൻമെൻറ്റ് ചെയ്തത്. ഞാൻ കേരളത്തിൽ ഏറ്റവും സുന്ദരമായ സ്ഥലത്ത്, സ്വിറ്റ്സർലൻഡ് പോലത്തെ സ്ഥലത്ത് ജനിച്ചു വളർന്ന വ്യക്തിയാണ്. എവിടെ നോക്കിയാലും പുൽക്കുന്നുകൾ, മാട്ടുപ്പെട്ടി ഡാം, ഇൻഡോസിസ് പ്രോജക്റ്റ്, ടി എസ്റ്റേറ്റ്, വളരെ മനോഹരമായ സ്ഥലമാണ്. പക്ഷേ എന്നെ ഒരു റിമോട്ട് സ്ഥലത്ത് മെയിൻ റോഡിൽ നിന്ന് അല്ലെങ്കിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ബസ് ഇറങ്ങിയിട്ട് 5 കിലോമീറ്റർ വനത്തിൽ കൂടി നടന്നു പോകണം. അവിടെ ഒരു കുടിലായിരുന്നു താമസം. കറണ്ടോ ബാത്റൂം സൗകര്യങ്ങളോ വെള്ളമോ ഒന്നുമില്ല. കുറേ ദൂരം പോകണം വെള്ളമൊക്കെ കൊണ്ടുവരാൻ. അപ്പോൾ 2 മിഷണറിമാരുടെ കൂടെ എന്നെയും അവിടെ ആക്കി. അവിടെ നിന്ന് ഞാൻ നീന്താൻ അറിയാത്ത ആളെ പിടിച്ച് വെള്ളത്തിയിട്ട് അങ്ങനെ രക്ഷോടാൻ നീന്തും എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഹിന്ദി ഭാഷ പഠിച്ചതും കുക്കിംഗ് പഠിച്ചതും താഴ്മ പഠിച്ചതും. അങ്ങനെ എളിമയിൽ ഒരു മിഷണറി ജീവിതം എന്താണെന്നുള്ള കാര്യം, കാരണം ഞാൻ ആഫ്രിക്കയ്ക്ക് പോകാൻ പോലെ സമർപ്പിച്ച ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ ദൈവം എന്നെ ആ പ്രകാരം ചില വഴികളിൽ കൂടി നടത്തി. അങ്ങനെ സ്കൂൾ പഠിച്ചു. അതിനുശേഷം അവിടെ നിന്ന് എന്നെ ട്രാൻസ്ഫർ ചെയ്തു. ബബുനി എന്ന് പറയുന്ന മധ്യപ്രദേശ് UPയുടെ ഒരു ബോർഡറായിട്ട് വരും. അംബികാപൂർ എന്നൊരു പട്ടണത്തിൻ്റെ അടുത്തായിട്ട് വരും ബബുനി. അത് ഗോണ്ട് ആദിവാസി കുട്ടികളുടെ സ്കൂളാണ്. അവിടെ ഞങ്ങൾക്കൊരു ക്ലാസ് റൂമിൻ്റെ ഒരു മൂലയിലാണ് പാർട്ടീഷൻ തന്നിരുന്നത്. അവിടെ ഞാൻ സ്കൂളിൽ ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കുകയും അതുപോലെ ചിൽഡ്രൻസ് മിനിസ്ട്രിയിൽ ഞാൻ ആക്റ്റീവായിരുന്നു. എന്നെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ ചിൽഡ്രൻസ് ഡിപ്പാർട്ട്മെൻറ്റുകാർ എന്നെ അവരുടെ സോണൽ കോർഡിനേറ്ററായിട്ട് 4 ജില്ലയിലെ 12 സ്കൂളുകളുടെ ചുമതല എന്നെ ഏൽപ്പിച്ചു. അവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്ത്, ഈ സ്കൂളിൽ ടീച്ചറായിരിക്കുന്ന കാലത്ത് തന്നെ 97-ൽ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ഈ കൂടെ താമസിക്കുന്ന സഹോദരന്മാർ അവധിക്ക് പോയ ദിവസം ഈ കാട്ടിലെ കൊതുകൊക്കെ കടിക്കുകയാണ്. കാരണം ടോയ്ലറ്റ് സംവിധാനമൊന്നുമില്ല, അത് കാരണം കാട്ടിലൊക്കെയാണ് അവിടെ പോകുന്നത്. അങ്ങനെ ഈ ഹാൻഡ് പമ്പിൽ വെള്ളമൊക്കെ അടിച്ചാണ് കുളിക്കുകയൊക്കെ ചെയ്യുന്നത് പുറത്തൊക്കെ നിന്ന്. അങ്ങനെ പിന്നെ കറണ്ടില്ല, വൈകുന്നേരമായാൽ കൊതുക് ശല്യമുണ്ട്. കൊതുക് വല ഉള്ളവർക്കൊക്കെ, ഇല്ലാത്തവർക്ക് കൊതുക് കടിയൊക്കെ കൊള്ളും. അങ്ങനെ കൊതുക് കടിച്ച് സിവിയർ മലേറിയ അറ്റാക്ക് ഉണ്ടായ ഒരു ദിവസം. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ റൂമിൽ കിടക്കുകയാണ്, എടുത്തിട്ട് അടിക്കുകയാണ്, തണുത്ത് വിറയ്ക്കുകയാണ്, ഒരു കമ്പിളിയേ ഉള്ളൂ. അതിനുശേഷം എൻ്റെ ശരീരങ്ങ് ശക്തമായി വിയർത്ത് കൈയൊന്നും എനിക്ക് അനക്കം പോലും ശക്തിയില്ല. രാത്രി 7:30 എഴുന്നേറ്റ് വിളക്ക് കത്തിക്കാൻ പോലും എനിക്ക് ആരോഗ്യമില്ല. ഞാൻ ഭയന്നുപോയി. ഇനിയിപ്പോൾ ഞാൻ വല്ല മരിച്ചു പോയാൽ എൻ്റെ ബോഡി എങ്ങനെ പുറത്തിറക്കും, എൻ്റെ കഥേൻ്റെ കുറ്റിയിട്ടൊക്കെ ആണല്ലോ എന്നും പറഞ്ഞ് ഞാൻ, പ്രിയപ്പെട്ടവരെ, ഒരു വിധത്തിൽ താഴെ ഞാൻ കട്ടിലിൽ നിന്ന് വീണിട്ട് 4 കാലിൽ ഇഴഞ്ഞ് കൂരിട്ടിൽ, കാരണം എനിക്ക് വിളക്ക് കത്തിക്കാൻ എഴുന്നേറ്റിക്കാൻ പോലും ആരോഗ്യമില്ല. മെയിൻ ഡോറിൻ്റെ അടുത്ത് വന്നിട്ട് ആ കഥകിൻ്റെ കുറ്റി ഒന്ന് തുറക്കണമെന്ന് മാത്രം എനിക്ക് ആഗ്രഹം ഉണ്ടാകും. മരിച്ചു പോയാൽ എൻ്റെ ബോഡി എങ്ങനെ പുറത്തിറക്കും. ആ കഥകിൻ്റെ കുറ്റി എനിക്ക് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ അവിടെ കിടന്ന് ഹൃദയം തുടങ്ങി ഇങ്ങനെ കരഞ്ഞ് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാൻ അങ്ങയുടെ വേലക്കായി 9ാമത്തെ വയസ്സിൽ എന്നെ സമർപ്പിച്ചതാണല്ലോ, എന്നെക്കുറിച്ച് അങ്ങക്ക് പദ്ധതിയൊന്നും ഇല്ലേ? ഞാൻ എൻ്റെ അപ്പനമ്മയ്ക്ക് ഒറ്റ മകനാണല്ലോ. ഞാൻ മരിച്ചു, എൻ്റെ ബോഡി അവരെങ്ങനെ കണ്ട് സഹിക്കും? എൻ്റെ ബോഡി എങ്ങനെ പുറത്തിറക്കും? കർത്താവേ, എന്നെക്കുറിച്ച് അങ്ങേക്ക് പദ്ധതിയൊന്നും ഇല്ലേ എന്ന് ഹൃദയം നുറുങ്ങി ഞാൻ കരഞ്ഞ് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ആ ഇരുട്ട് റൂമിലൊരു ദിവ്യപ്രകാശം ഉണ്ടായി. ഞാൻ ഭയന്നുപോയി. ഞാൻ കണ്ടത് ഒരു സായിപ്പിൻ്റെ പോലെ വലിയൊരു കൈപ്പത്തി എൻ്റെ റൂമിലേക്ക് വന്നിട്ട് ബ്ലൂ ലൈറ്റിംഗ് ലെറ്ററിൽ എഴുതിക്കൊണ്ടൊരു അശരീരി, ബിലീവ് ദിസ്, ഐ വിൽ യൂസ് യു ഇൻ ദി ആഫ്രിക്ക. അങ്ങനെ ദൈവം എന്നോട് സംസാരിച്ചു. ആ അശരീരി കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ റൂം അടഞ്ഞു കിടക്കുക. അപ്പോൾ അവിടെ വേറെ മനുഷ്യരൊന്നും വന്നിട്ടുമില്ല. അത് ദൈവമാണ്. ദർ ഈസ് എ ഗോഡ്. ഒരു സത്യദൈവമുണ്ട്. ഹൃദയം നുറുങ്ങി വിളിച്ചാൽ, ബൈബിളിൽ പറയുന്ന പോലെ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനത്രേ, മനസ്സ് തുറന്നവൻ രക്ഷിക്കുന്നു. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. ദീർഘായുസുണ്ട്, തൃപ്തി വരുത്തും. അതുപോലെ കഷ്ടകാലത്ത് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ആ വാഗ്ദത്തം നൽകിയ ദൈവം. സങ്കീർത്തനം 91 പറയുന്ന പോലെ 14 മുതൽ 16 വരെ കർത്താവ് ആ കഷ്ട സമയത്ത് എൻ്റെ കൂടെ ഇരുന്നു, എന്നെ ബലപ്പെടുത്തി.
പ്രിയ ദൈവജനമേ, നമ്മുടെ കർത്താവ് വലിയവൻ. എനിക്ക് ഒരു ശക്തി ദൈവം നൽകി. എന്നെ ശക്തനാക്കാൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ആ കുറ്റി ഞാൻ കയറി പിടിച്ചു. കുറ്റി തുറന്നു, 2-3 സ്റ്റെപ്പ് വെച്ചു. ഞാൻ താഴെ വീണുപോയി. എങ്കിലും ആ ക്യാമ്പസിൽ ഒരു പ്രിൻസിപ്പളും വൈഫും താമസിക്കുന്നുണ്ട്. പോൾ മസി എന്ന് പറഞ്ഞൊരു സാറും താരാമണി എന്ന് പറഞ്ഞ ആൻറ്റിയും. അവർ വെള്ളം എടുക്കാൻ പുറത്ത് വരുമ്പോൾ ഞാൻ വീണെടുക്കുന്നത് കണ്ടു. അവർ രണ്ടുപേരും അയ്യോ സാറേ, ഷൈജു സാറേ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അവരെന്നെ പൊക്കി എടുത്തുകൊണ്ട് പോയി അവർ റൂമിൽ കൊണ്ടേ കിടത്തി. എൻ്റെ ശരീരം നല്ല പൊള്ളി പനിയായിരുന്നു. അപ്പോൾ അവരൊരു അടുത്ത് തന്നെ ഒരു തമിഴ്നാട്ടുകാരി ആൻറ്റി കുറച്ച് ദൂരെയായിട്ട് താമസിക്കുന്നുണ്ട്, ഒരു മിഷനറി ചെറിയ ഡിസ്പെൻസറി നടത്തുന്ന, അവരെ വിളിച്ചുകൊണ്ട് വന്നു. അവർ എനിക്ക് ഇഞ്ചക്ഷനൊക്കെ എടുത്തു. അങ്ങനെ ഞാൻ അത്ഭുതകരമായി ആ അസുഖത്തിൽ നിന്ന് എനിക്ക് വിടുതൽ കിട്ടി. അതിനുശേഷം അന്ന് മുതൽ എൻ്റെ ഹൃദയത്തിലൊരു ദർശനം, ഒരു ആഗ്രഹം ഉണ്ടായി. ദൈവത്തിന് എന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്, എന്നെ ആഫ്രിക്കയിൽ അയക്കുമെന്ന്. കാരണം ഞാൻ 95-ൽ ബീഹാറിൽ പോയപ്പോൾ വലിയൊരു കൺവെൻഷൻ നടക്കുകയായിരുന്നു. ജെംസ് എന്ന ആ വലിയ പ്രസ്ഥാനത്തിൽ ഒരു 5000 പരം ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ഞാൻ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദേവദാസൻ ഇങ്ങനെ പ്രവചിച്ചു, അനേക രാജ്യങ്ങളിൽ നിന്ന് മിഷണറികൾ ഭാരതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു സമയം വരുന്നു, ഇന്ത്യയിൽ നിന്ന് മിഷണറികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നൊരു സമയം വരുന്നു. അതിങ്ങനെയാണ് പുള്ളി പറഞ്ഞത്, there are lot of missionaries coming to India for missionary work, but there is a time coming from India missionaries will go to abroad. അത് കേട്ടപ്പോൾ ഞാൻ എന്നെ സമർപ്പിച്ച കർത്താവേ, എനിക്ക് ഗൾഫിലും അമേരിക്കയിലൊന്നും പോയില്ലെങ്കിലും എനിക്ക് ആഫ്രിക്കയിൽ പോകുവാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ എന്നെ സമർപ്പിക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. അപ്രകാരം ഞാൻ ആ സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കാം ദൈവം എനിക്ക് 97-ൽ ഒരു ദർശനം നൽകിയത്. അങ്ങനെ ഞാൻ 5 വർഷം ഏറെക്കുറെ 95 മുതൽ 2000 വരെ ബീഹാർ അതുപോലെ ജാർഖണ്ഡ് സ്റ്റേറ്റുകളിലെ ഈ കുറേ ആദിവാസി കുട്ടികളുടെ സ്കൂളുകളിൽ ഞാൻ സുവിശേഷ പ്രവർത്തനത്തിന് പോയി വരികയും ചെയ്യുമായിരുന്നു. അതുപോലെ ചിൽഡ്രൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സോണൽ കോർഡിനേറ്ററായിട്ട് എന്നെ അവർ പ്രൊമോട്ട് ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു വിവാഹാലോചന എനിക്ക് വന്നു 2000-ൽ. ആ വിവാഹാലോചന വന്നപ്പോൾ ചില അസൂയ പിടിച്ച ആളുകൾ ആ കല്യാണക്കാര്യം തകർത്തു. ഒരിക്കൽ ഞാൻ ഒരു 3 നില കെട്ടിടത്തിന് മേൽ 10 മണിക്ക് അവിടെ ചെന്ന് നിന്നിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങയുടെ ഹിതം എന്താണ് എൻ്റെ ഭാവിയെക്കുറിച്ച്, എൻ്റെ വിവാഹത്തെക്കുറിച്ച്. അപ്പോൾ എനിക്കൊരു ദർശനം ദൈവം നൽകി. എൻ്റെ വൈഫിൻ്റെ മുഖം കാണിച്ചു തന്നു, കൂടാതെ 2 കുഞ്ഞുങ്ങളെയും കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഐ വിൽ ഗീവ് യു 2 children, യു ഹാവ് ടു നെയിം ദം എസ്തർ ആൻഡ് ഇമ്മാനുവേൽ. ഞാൻ നിനക്ക് 2 കുഞ്ഞുങ്ങൾ തരും, അവർക്ക് എസ്തർ എന്നും ഇമ്മാനുവേൽ എന്നും പേരിടണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞങ്ങളുടെ വലിയ ലീഡർ എന്നെ നാട്ടിൽ പോയി വിവാഹം കഴിച്ചിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് ഞാൻ ഓറലായിട്ട് ആ ഓർഗനൈസേഷൻ റിസൈൻ ചെയ്യുവാനിടയായി. കാരണം ദൈവം എനിക്കൊരു നിയോഗം നൽകി. അതിനുശേഷം അലഹബാദ് എന്ന വലിയൊരു പട്ടണത്തിലേക്ക് പോകാൻ. അവിടെ ഒരു ബൈബിൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു സുഹൃത്തിലൂടെ ഞാൻ അറിഞ്ഞിരുന്നു. ഒരു സ്വീഡിഷ് ബൈബിൾ സ്കൂൾ, ഉൾഫ് വെക്കുമാൻ എന്ന് പറഞ്ഞ വേർഡ് ഓഫ് ലൈഫ് എന്ന യൂണിവേഴ്സിറ്റിക്കാരുടെ ഒരു ബൈബിൾ സ്കൂൾ അലഹബാദ് അഗ്രികൾച്ചറൽ ഡീംഡ് യൂണിവേഴ്സിറ്റിയോട് ചേർന്ന് തുടങ്ങാനിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെയാണ് ചിന്തിച്ചത്. ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ വടക്കേന്ത്യയിലേക്ക് പോയി. എനിക്ക് വലിയ ഇംഗ്ലീഷ് നോളജ് ഇല്ല, ബൈബിൾ നോളജ് ഇല്ല, ഞാൻ ബൈബിൾ കോളേജിലൊന്നും പഠിച്ചതല്ല. അപ്പോൾ ദൈവം എന്നെ ആഫ്രിക്കയിൽ അയക്കുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇച്ചിരി ഇംഗ്ലീഷ് നോളജും ബൈബിൾ നോളജും ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ചേരുവാനിടയായി. അത് ഒരു വലിയ അത്ഭുതമായിരുന്നു. കാരണം ഇവിടെ നിന്ന് തന്നെ ഒരു 24 മണിക്കൂറിനുള്ളിൽ സ്റ്റാൻഡ് വിട്ടോളം എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തിയാണ് എന്നെ നാട്ടിലേക്ക് പോകാൻ പറഞ്ഞത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ആരാണ് റേണുക്കുട്ടിൽ നിന്ന് വന്നിരിക്കുന്നത്? കാരണം ഞങ്ങളെ അയച്ച വ്യക്തി ഞങ്ങളെക്കുറിച്ച് റെക്കമെൻഡ് ചെയ്തോടെ ഒരു റേഞ്ചർ ഓഫീസർ. അപ്പോൾ അവിടുത്തെ വൈസ് ചാൻസലർ അംബാസിഡർ റെഡ് ലൈറ്റ് കാറിൽ യാത്ര ചെയ്യുന്ന ആളാണ്, എപ്പോഴും ഗൺമാനൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, ഇതുപോലെ ഞങ്ങൾ റേണുക്കുട്ടിൽ നിന്ന് വന്നാണ് അഡ്മിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ ആ വൈസ് ചാൻസലറും ആ ബൈബിൾ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായ തോമസ് ലഹട്ടി എന്ന ഒരു സായിപ്പും പുറത്ത് വന്നിട്ട് നിറയെ ആൾക്കാരോട് അഡ്മിഷൻ എടുക്കാൻ ഇരിക്കുമായിരുന്നു. അപ്പോൾ ചോദിച്ചു, ആരാ റേണുക്കുട്ടിൽ നിന്ന് വന്നത്? ഞാൻ പറഞ്ഞു ഞാൻ. ഉടനെ അദ്ദേഹം ആ വൈസ് ചാൻസലർ എന്നെ കെട്ടിപ്പിടിച്ച് എന്നെ വെൽക്കം ചെയ്തു. യു ആർ മോസ്റ്റ് വെൽക്കം എന്ന് പറഞ്ഞ പോലെ സായിപ്പ്. ഞങ്ങൾക്ക് അല്പം തോന്നി, ഇതെന്താണ്? ഒരു വഴി അടയുമ്പോൾ ദൈവം പുതിയ വഴിയെ തുറക്കുന്ന ദൈവമാണ്. അതെ, ദൈവത്തിൽ ആശ്രയിച്ചാണ് ആ ഓർഗനൈസേഷൻ റിസൈൻ ചെയ്തത്. കാരണം ദൈവത്തിന് അതിനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എനിക്കത് എത്തിപ്പിടിക്കണമെങ്കിൽ ചില ഹിന്ദിയിൽ പറയും കുച്ച് പാനേക്കില്ലേ കുച്ച് കോനാ പഠിക്കുക, ചിലതൊക്കെ നേടണമെങ്കിൽ ചിലതൊക്കെ കളയണം.
അപ്പോൾ ആ ഒരു ദർശനമുള്ളതുകൊണ്ട് ഞാൻ ആ പട്ടണത്തിൽ വന്നു. അവിടെ ദൈവകൃപയാൽ ഞാൻ അവിടെ ബൈബിൾ സ്കൂളിൽ പഠിച്ചതിന് ശേഷം അവിടുത്തെ വൈസ് ചാൻസലർ ഡോക്ടർ ആർ ബി ലാൽ പറഞ്ഞു, ഇനി ഇവിടെ ജോയിൻ ചെയ്ത് പ്രവർത്തിക്കുക, ഞങ്ങൾക്ക് വലിയ സൺഡേ സ്കൂളൊക്കെ ഉണ്ട്, അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഇതുപോലെ താരതമ്യമുള്ളവരെ വേണം, ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ അലഹബാദ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ 2000 വർക്ക് ചെയ്യുന്ന സമയത്താണ് മഹാകുംഭമേള എന്ന, നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉണ്ടാകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഗംഗ, യമുന, സരസ്വതി 3 നദികൾ സംഗമിക്കുന്ന സംഘം എന്നൊരു സ്ഥാനമുണ്ട്. അവിടെ ആയിരക്കണക്കിന് മഹർഷിമാരും ഭക്തരും വരുന്നൊരു സ്ഥലമാണ്. ആ സമയത്ത് ആ കുംഭമേളയുടെ സമയത്ത് ചില ടീമോട് ചേർന്ന് ഔട്ട്റീച്ച് പ്രവർത്തനം ചെയ്യുവാൻ ധാരാളം ആയിരക്കണക്കിന് ട്രാക്റ്റുകൾ കൊടുക്കാനൊക്കെ റോട്ടിൽ നിന്ന് സഹായിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഫത്തേപൂർ ഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു മിഷൻ ഹോസ്പിറ്റലുണ്ട്. അവിടെ ഞാൻ പോകുവാനിടയായി. അവിടെ വെച്ചൊരു മിഷണറി കുടുംബത്തെ പരിചയപ്പെടുവാനിടയായി. ജെയിംസ് ബ്രദർ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ നാട്ടിൽ ഒരു ചിൽഡ്രൻസ് മിനിസ്റ്റർ ചെയ്യുന്നൊരു ദേവദാസനുണ്ട്. എന്നെപ്പോലെ ഇങ്ങനെ പപ്പറ്റ് ഷോ, ഞാൻ ഗോസ്പൽ മാജിക്, ആക്ഷൻ സോങ്ങിലൂടെയൊക്കെ കുട്ടികളുടെ ഇടയ്ക്ക് സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന ആളായതുകൊണ്ട് അവർ പറഞ്ഞു നാട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ആ സാറിനെ പരിചയപ്പെടണം. അതുപോലെ ഈ പറഞ്ഞ സഹോദരിയുടെ ഒരു ആങ്ങളെ കല്യാണം, എൻ്റെ പെങ്ങളെ കല്യാണം ആലോചിക്കണം എന്നുള്ള പ്ലാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ അവധിക്ക് വന്നപ്പോൾ ഈ പറഞ്ഞ കോട്ടയത്തെ കാനം എന്ന പ്രദേശത്ത് കടന്നു പോകാനും അപ്പോൾ ദേവദാസനെ പരിചയപ്പെടാനിടയായി. അപ്പോൾ എന്നോടൊരു ദേവദാസൻ്റെ ദൂത് അറിയിച്ചിരുന്നു, നിനക്ക് ദൈവം നല്ലൊരു തക്ക തുണയെ ഒരുക്കുന്നുണ്ട്, തടസ്സങ്ങളുണ്ട്, 3 ദിവസം ഉപവസിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ വീട്ടിൽ ചെന്നപ്പോൾ അവർക്ക് 3 ദിവസം ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അതിൽ ജോയിൻ ചെയ്തു. അങ്ങനെ 3-ാം പക്കം എനിക്ക് വിവാഹകാലത്തിന് വന്നു. അതാണ് എൻ്റെ വൈഫ്. എൻ്റെ ദൈവം ദർശനത്തിൽ കാണിച്ച ആ പെൺകുട്ടി, 2 വർഷം മുമ്പ് കാണിച്ച ആ പെൺകുട്ടി. 2002 ഞങ്ങളുടെ വിവാഹം നടന്നത്. അങ്ങനെ ദൈവകൃപയാൽ 2002 ഞങ്ങളുടെ വിവാഹം നടന്നു. പക്ഷേ ഞാൻ അതിക്ക് മുമ്പ് അലഹബാദ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കൽ ദൈവം എന്നോട് ഇങ്ങനെ ദർശനത്തിലൂടെ സംസാരിച്ചു. ഗോ ടു വാരണാസി, ഐ ലൈക്ക് ടു യൂസ് യു ഫോർ എ ഗ്രേറ്റ് ഹാർവസ്റ്റ് അമംഗ് ദ ചിൽഡ്രൻ. അങ്ങനെ എന്നോട് ദൈവം സംസാരിച്ചു. കുട്ടികളിടയ്ക്ക് വലിയൊരു ആത്മീയ കൊയ്ത്തിനായി ഞാൻ തന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നൊരു ആയുധമായി. അപ്പോൾ ഞാൻ അങ്ങനെ അലഹബാദ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറോട് പറഞ്ഞു, ദൈവം എനിക്കിങ്ങനെ ഒരു ദർശനം നൽകിയിരിക്കുന്നു, വാരണാസിക്ക് പോകാൻ പറയുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ദൈവം നിനക്ക് ദർശനം നൽകിയാൽ ഞാനിതിനെ നിന്നെ തടസ്സം ചെയ്യുന്നത്, വന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്ക് തലേ കൈവച്ച് പ്രാർത്ഥിച്ച് എന്നെ അവിടെ നയിച്ചു. ഞാൻ വിശ്വാസത്തിലാണ് അവിടെ പോയത്. അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വിവാഹം നടന്നത്. അങ്ങനെ 1 വർഷത്തോളം ഞാനും എൻ്റെ വൈഫും ഇൻഡിപെൻഡൻ്റായിട്ട് ഞങ്ങളവിടെ കർത്താവിൻ്റെ വേല ചെയ്തു. എന്നാൽ ഒരു ദിവസം ഉണ്ടായിരുന്ന സംഭവം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. ആദ്യത്തെ ഈസ്റ്റർ ഡേ അന്ന് ഒരു മലയാളി പാസ്റ്ററുണ്ട്, ബെന്നി എന്നൊരു ദേവദാസൻ, ബെൻ ജോൺ. അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ഞങ്ങളെ ശുശ്രൂഷയ്ക്കായി വിളിച്ചിരുന്നു. അന്ന് ഈസ്റ്റർ ദിവസമാണല്ലോ, അപ്പോൾ അവിടെ വലിയ ഫംഗ്ഷനൊക്കെ ആയിരിക്കും, നമുക്ക് ഭക്ഷണമൊക്കെ കിട്ടുമായിരിക്കും, ലവ് ഓഫറിങ് കിട്ടുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. അതുപോലെ ഓഫറിങ് ഇടാനായിട്ട് ഞങ്ങളുടെ പൈസ ഇല്ലായിരുന്നു. എങ്കിലും എൻ്റെ വൈഫിൻ്റെ ബാഗിൽ തപ്പിയപ്പോൾ 1 രൂപ കിട്ടി. ഞാൻ പറഞ്ഞു, ആ 1 രൂപ എൻ്റെ തരണം, കാരണം ഞാൻ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്താണ് ഓഫറിങ് എടുക്കുന്നതെങ്കിലോ, അപ്പോൾ ഞാൻ ഒന്നും ഇടായിരുന്ന മോശമല്ലേ. അങ്ങനെ ഞങ്ങളവിടെ ശുശ്രൂഷിച്ചു, നല്ല പാട്ടുകളൊക്കെ പാടി, കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ ചെയ്തു. ഓഫറിങ് ബാഗ് വന്നപ്പോൾ ഞാൻ എനിക്കുള്ള ആ 1 രൂപ, അതായത് ആ വിധവ തനിക്കുണ്ടായിരുന്ന 2 കാശ് ഇട്ടതുപോലെ ഞാൻ ഇടുവാൻ ചെയ്ത്. അപ്പോൾ ആരാധനയ്ക്ക് ശേഷം ആ ദേവദാസൻ ഭയങ്കര ബിസിയായിരുന്നു, നിറയെ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പുതിയ വിശ്വാസികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈസ്റ്റർ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ വടക്കേന്ത്യയിൽ വലിയ ആഘോഷമാണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബ്രദർ ഞാനിന്ന് ബിസിയാണ്, നിങ്ങളെ ഞാൻ പിന്നീട് വിളിക്കാം, നിങ്ങളെ കാണാം എന്ന് പറഞ്ഞ് എനിക്ക് കൈ തന്നു. ഞങ്ങൾ പൈസ ഒന്നും തന്നുമില്ല. ഞങ്ങളങ്ങനെ നിരാശയായിട്ട് വീട്ടിൽ പോയി. എനിക്കാണ് നല്ല വിശപ്പ്. ഞങ്ങൾ കത്തോലിക്ക പശ്ചാത്തലത്തിൽ, എൻ്റെ വൈഫ് ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ഞങ്ങൾക്കൊക്കെ ക്രിസ്മസ്, ഈസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ ചെറുപ്പം മുതലേ അറിയാം, ഭയങ്കര ആഘോഷമാണ്. അന്ന് പുതിയ വസ്ത്രങ്ങൾ ധരിക്കുകയും ഭയങ്കര നല്ല ഭക്ഷണങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്യുന്നൊരു ദിവസമാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചപ്പോൾ പറഞ്ഞ് പഴങ്കഞ്ഞി ഉണ്ടെന്ന് പറഞ്ഞു. കറി വയ്ക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞു, മുളകുണ്ട്, മുളക് ചമ്മന്തി അരക്കാൻ പറഞ്ഞു. അങ്ങനെ കഞ്ഞിയും ചമ്മന്തിയും കൂടി, ആ മുളക് ചമ്മന്തിയും കൂടി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പത്തിലെ കാര്യമൊക്കെ ഓർമ്മ വരുവാണ്. ക്രിസ്മസ്, ഈസ്റ്ററിലൊക്കെ ഭയങ്കര നാട്ടിൽ ഭയങ്കര ആഘോഷമായിരിക്കുമല്ലോ. നമുക്ക് അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇതെങ്കിലും ദൈവം തന്നല്ലോ, കഞ്ഞിയെങ്കിലും കഞ്ഞി, ചമ്മന്തിയെങ്കിലും ചമ്മന്തി, ഇതുപോലെ ഇല്ലാത്ത എത്ര പേരുണ്ടാകുമെന്നും പറഞ്ഞ് കണ്ണീരോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഞങ്ങളത് കഴിച്ചു. അത് കഴിഞ്ഞ് ഉറങ്ങി. 4 മണിയായപ്പോൾ ഓർമ്മ വന്നു, അതിലൊക്കെ ഒത്തിരി ആൻറ്റി വന്നിരുന്നു. അവർ ഞങ്ങളെ ഇതുപോലെ ക്ഷണിച്ചിരുന്നു, ഈസ്റ്ററിൻ്റെ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വരണം എന്നൊക്കെ പറഞ്ഞു. അവർക്ക് മക്കളൊന്നുമില്ല. അങ്ങനെ ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പോൾ അവർ ഞങ്ങളെ പ്രതീക്ഷിച്ചിരുന്ന പോലെ ബച്ചേ ആവുമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചിരുത്തി ഞങ്ങൾക്ക് സ്നാക്സൊക്കെ തന്നിട്ട് ഒരു ടിഫൻ ബോക്സ് എടുത്തു. അതിൽ നല്ല ഒന്നാന്തരം പുലാവും
ചിക്കൻ കറി ഉണ്ടായിരുന്നു. അതുപോലെ പ്രാർത്ഥിച്ചിറങ്ങിയപ്പോൾ ആ അങ്കിൾ എനിക്ക് 100 രൂപ തരുവാനിടയായി. അതിന്ന് എനിക്ക് മറക്കാൻ കഴിയത്തില്ല. അത് ഉച്ചയ്ക്ക് ഞങ്ങൾ കഞ്ഞി കുടിച്ചെങ്കിലും സ്വർഗ്ഗത്തിലെ ദൈവം അവൻ ഞങ്ങൾക്കായി കരുതി ശ്രേഷ്ഠമായ നല്ല ഭോജനം നൽകി, പൈസയും നൽകി. അങ്ങനെ പല പ്രാവശ്യം പൈസ ഇല്ലാത്ത അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. ഒരിക്കലും മുടി വെട്ടാൻ പോയി, ഒത്തിരി മുടി വളർന്നിട്ട് മുടി വെട്ടിയിട്ട് പുറത്ത് വന്നപ്പോൾ സൈക്കിളിൻ്റെ അടുത്ത് നോക്കിയപ്പോൾ ഒരു പ്ലാസ്റ്റിക് കൂട്ടിൽ 5 കോയിനായിട്ട് കുറച്ച് പൈസ അവിടെ ആരോ ഉപേക്ഷിച്ചിട്ട് പോയി. ഞാൻ ചോദിച്ചു ആരുടെയാണ്, അടുത്ത് ആരും ഞങ്ങളുടെ എല്ലാം ഞങ്ങളിരുന്നു. അങ്ങനെ ദൈവം എന്നെ പല പ്രാവശ്യം അത്ഭുതകരമായി വാരണാസിയെ സഹായിച്ചു. ഒരിക്കൽ വാടക കൊടുക്കാൻ പൈസ ഇല്ലാതിരുന്നപ്പോൾ ഒരു സ്കൂളിൽ ഞങ്ങൾക്ക് പ്രോഗ്രാം കിട്ടി. അവിടെ ഒരു കന്യാസ്ത്രീമാരുടെ സ്കൂളായിരുന്നു, സെൻറ്റ് മേരീസ് എന്ന് പറഞ്ഞ്. അവർ ഞങ്ങൾക്ക് കുട്ടികളിൽ നിന്ന് പൈസ കളക്ട് ചെയ്യുന്നു. ഇത്രയുണ്ട്, ഒരു ചാക്ക്, അരച്ചാക്ക്. അത് കോയിൻ തന്നെ ഞങ്ങൾക്ക് വാടകയ്ക്കുള്ള പൈസയും ചെലവിനുള്ള പൈസയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ധാരാളം. അങ്ങനെയൊക്കെ ദൈവം ഞങ്ങൾ അത്ഭുതകരമായി നടത്തി. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഇൻഡിപെൻഡൻറ്റ് വർക്കേഴ്സ് ആയിരുന്നുകൊണ്ട് ഞങ്ങൾ നല്ലൊരു ഓർഗനൈസേഷനിൽ ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഗോരഖ്പൂർ എന്നൊരു സിറ്റി ഉണ്ട്, നേപ്പാളിനോട് ചേർന്നൊരു സ്ഥലമാണ്. അവിടെ ഭോജ്പൂരി സമ്മേളനം എന്ന് പറഞ്ഞിട്ട് ഭോജ്പൂരി ഭാഷ പറയുന്ന ക്രിസ്ത്യാനികളുടെ ഒരു വലിയൊരു കൺവെൻഷനിൽ ഞങ്ങളെ ഗസ്റ്റായി വിളിച്ചു. അവിടെ അവർ ഞങ്ങളെ താമസിപ്പിച്ചത് ഹിമാലയ ഇവാഞ്ചലിക്കൽ മിഷൻ എന്ന ഒരു പ്രസ്ഥാനത്തിലായിരുന്നു. അവിടെ ഞങ്ങൾ ഗസ്റ്റ് റൂമിൽ താമസിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഫോൺ കോൾ വന്നു. ഞങ്ങളെടുത്തില്ല, ഞങ്ങളിവിടെ ആരും വിളിക്കാൻ, ഞങ്ങൾക്ക് ആരും പരിചയമില്ലോ എന്ന് പറഞ്ഞു. പക്ഷേ കുറേ നേരം ഫോൺ എടുത്തപ്പോൾ ഞാൻ പാസ്റ്റർ PM തോമസ് ആണ്, ഈ ഹിമാലയ മിഷൻ്റെ ഡയറക്ടറാണ്. ഞാനിന്ന് ആ കൺവെൻഷനിൽ നിങ്ങളുടെ സാക്ഷ്യം കേട്ടു, നിങ്ങളുടെ പ്രോഗ്രാമൊക്കെ കണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി, നിങ്ങളൊന്ന് പരിചയപ്പെടണം, എൻ്റെ വീട് വരെ വരാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്, ഞങ്ങൾ ഓർത്ത ഈ ഹിമാലയ മിഷൻ എന്ന് പറയുമ്പോൾ ഏതോ ഹിമാലയത്തിലെ ആൾക്കാരുടെയാണ്, മലയാളികളൊക്കെ അവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ കുറേ മലയാളി ഫാമിലീസൊക്കെ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയാനിടയായി. അദ്ദേഹം ഞങ്ങളുടെ ടാലൻറ്റും ശുശ്രൂഷയൊക്കെ കണ്ടപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ചേർന്ന് പ്രവർത്തിക്കുക. 14 സ്റ്റേറ്റിൽ ഞങ്ങൾക്ക് പ്രവർത്തനമുണ്ട്. കാശ്മീർ മുതൽ അങ്ങ് അരുണാചൽ പ്രദേശ് വരെയുള്ള എല്ലാ ഹിമാലയൻ റീജിയൻസിലും, അതുപോലെ നേപ്പാൾ, ഭൂട്ടാനിലൊക്കെ ഞങ്ങൾക്ക് പ്രവർത്തനമുണ്ട്. നിങ്ങൾ ചേർന്നാൽ നിങ്ങളുടെ അനേക സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് അയക്കുവാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു വലിയ പ്രസ്ഥാനത്തിൽ ചേർന്നു. കാശ്മീർ മുതൽ അതുപോലെ ചൈന ബോർഡർ, പാകിസ്ഥാൻ ബോർഡറൊക്കെ ഞങ്ങൾ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ധാരാളം ഈ ഹിമാലയൻ റീജിയനിൽ നേപ്പാൾ, ഭൂട്ടാനൊക്കെ പോകാനും കർത്താവിൻ്റെ വേല ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിൽ, യഹൂദയിലും സമാര്യയിലും ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്നാണല്ലോ. അങ്ങനെ കർത്താവിൻ്റെ സാക്ഷിയാകണമെന്നും പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോകണമെന്നും മിഷണറി യാത്രകൾ ചെയ്യണമെന്നും ആഗ്രഹമുള്ളവരായിരുന്നുകൊണ്ട് ഞങ്ങൾ രണ്ടുപേർക്കും ഒരു പാഷനാണ് ഇതുപോലെ യാത്ര ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് ദൈവകൃപയാൽ ഒരു 2 വർഷം ഞങ്ങൾ ഹിമാലയ ഇവാഞ്ചലിക്കൽ മിഷനോടൊപ്പം പ്രവർത്തിച്ചു. അതിനുശേഷം ദൈവം എന്നോട് ലക്നൗവിലേക്ക് പോകാൻ കൽപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ലക്നൗവിൽ വിശ്വാസത്തിൽ വന്ന് ചേർന്നു. അവിടെ ദൈവം ഞങ്ങൾക്ക് ഒരു വീടൊക്കെ ഒരുക്കിയിരുന്നു. ഗോരഖ്പൂരിലുള്ള ഞങ്ങൾ പ്രവർത്തിച്ച പ്രസ്ഥാനത്തിലെ ഒരു ചർച്ചിലെ ഒരു എൽഡറിൻ്റെ വീട്. അങ്ങനെ ഞങ്ങൾക്ക് വാടകയൊന്നും കൊടുക്കാതെ നല്ലൊരു വീട് ആ പട്ടണത്തിൽ ദൈവം ഒരുക്കി. അപ്പോൾ ഒരിക്കൽ ഞങ്ങൾക്ക് അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന ഒരു വലിയ ഒരു ചർച്ചുണ്ട്. അവിടെ ഞങ്ങൾ ആരാധനയ്ക്ക് പോയപ്പോൾ ഞങ്ങൾക്കൊരു 5 മിനിറ്റ് അവസരം നൽകി പാട്ട് പാടാനും പപ്പറ്റ് ഷോ കാണിക്കാനൊക്കെ. ആ പാസ്റ്റർ പറഞ്ഞു, ഞങ്ങൾക്ക് 6 സ്റ്റേറ്റിൽ പ്രവർത്തനമുണ്ട്, കുട്ടികളുടെ ഇടയ്ക്ക് പ്രവർത്തിക്കാൻ ആൾക്കാരില്ലായിരിക്കുക, നിങ്ങൾ ജോയിൻ ചെയ്യുക, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ലക്നൗവിലെ അസംബ്ലീസ് ഓഫ് ഗോഡായ അതിൻ്റെ പാസ്റ്റർ പാപ്പി മെത്തായി എന്ന ആ മലയാളിയായ ദേവദാസിൻ്റെ കീഴിൽ 6 സ്റ്റേറ്റിൽ ഞങ്ങൾക്ക് നോർത്തേൺ ഡിസ്ട്രിക്ട് കൗൺസിൽ എന്ന് പറയും പ്രവർത്തിക്കുവാനുള്ള അവസരം ദൈവം ഒരുക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ 2007 ഞാൻ ഒരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തോട് ചോദിച്ചു, കർത്താവ് 97 അങ്ങ് എനിക്ക് ആഫ്രിക്കയിൽ അയക്കുമെന്ന് പറഞ്ഞു. പക്ഷേ 10 വർഷമായി ഇതുവരെ പാസ്പോർട്ട് എടുക്കാൻ ഒരു 2000 രൂപ ഞങ്ങളുടെ ഇല്ലല്ലോ, ഞങ്ങളെങ്ങനെയാണ് ആഫ്രിക്കയിൽ പോകണേ പാസ്പോർട്ടൊക്കെ ഇല്ലാതെ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ദർശനം കണ്ടത് ഇങ്ങനെയാണ്, എൻ്റെ അടുക്കൽ ആരോ വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. നല്ല സുന്ദരനായ വ്യക്തി. ഞാൻ മുഖം നോക്കിയപ്പോൾ 10,000 സുന്ദരനായ യേശു, നല്ല ബ്രൗൺ കളർ താടിയും നീല കളർ കണ്ണും റോസ് കളർ കവളുമായി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണക്കെട്ടുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വലതുവശത്ത് ഒരു ജാപ്പനീസ് കാർ, ഹോണ്ട CR-V ഒരു കാർ നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഇതെന്താ കറുത്ത, ആർക്കാ? തിരിച്ചുകൊണ്ട് നിനക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ കാണിച്ചു. ഇത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ദൈവം 2008 ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ലക്നൗ അസംബ്ലീസ് ഓഫ് ഗോഡിൽ. അവിടെ വെച്ച് ഈ
ശ്രീലങ്കയുടെ തലസ്ഥാനമായ കൊളംബോയിൽ നിന്ന് പാസ്റ്റർ കോൾട്ടൻ വിക്രമരത്ന എന്നൊരു ദേവദാസൻ കടന്നു വരുവാനിടയായി. അദ്ദേഹം ഇൻവിറ്റേഷൻ നൽകി ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഞങ്ങൾ കൊളംബോയിൽ വെച്ച് നടത്തുന്നു. 2008 ഏപ്രിലിൽ പാസ്പോർട്ടുള്ള ആർക്കും വരാം. ആ പാസ്പോർട്ട് കിട്ടിയ ആ ആഴ്ചയിലാണ് ഇദ്ദേഹം വരുവാനിടയായത്. അങ്ങനെ ഞങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിലാണ് അക്കോമഡേഷനൊക്കെ തരുന്നത്. പല രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വിട്ട് നിങ്ങൾക്ക് ഒത്തിരി പേര് പരിചയപ്പെടാനൊക്കെ കഴിയുന്നൊക്കെ അദ്ദേഹം മോട്ടിവേഷൻ നൽകി. അദ്ദേഹം ഒരു 8ാം ക്ലാസ് വരെ മാത്രം പഠിച്ചൊരു വ്യക്തിയായിരുന്നു. സിംഗിൾ ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. അദ്ദേഹം ഒരു ബൈബിൾ സ്കൂളിൻ്റെ അധ്യാപകനായി, പിന്നെ പ്രിൻസിപ്പളായി 30 വർഷമായി. അദ്ദേഹം അസംബ്ലീസ് കൊണ്ട് ജനറൽ സൂപ്രണ്ടായി പ്രവർത്തിക്കുന്ന വലിയൊരു കൊച്ചു മനുഷ്യനാണ്, പക്ഷേ വലിയൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ. ഭയങ്കര പ്രാസംഗമാണ്. അദ്ദേഹത്തിന് ഡോക്ടർ കോൾട്ടൻ വിക്രമരത്ന എന്നാണ് പേര്. അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഇംഗ്ലീഷ് സ്പീക്കിങ്ങിന് കൊടുത്താക്കുന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ സാക്ഷ്യം ഭയങ്കര ഒത്തിരി രാജ്യങ്ങൾ വിശ്വാസത്തിൽ യാത്ര ചെയ്തൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഒരു എന്നാ പറയുന്നത്, ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായി. എനിക്കും അദ്ദേഹത്തെ പോലെ അനേക രാജ്യങ്ങളിൽ പോകണം, വിശ്വാസത്തിൽ യാത്ര ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായി. അങ്ങനെ സമർപ്പിച്ചു. ദൈവം കൃപ ചെയ്ത് ഞങ്ങൾ ശ്രീലങ്കയിൽ കൊളംബോയിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റിലൊക്കെ കയറി ശ്രീലങ്കയിൽ പോകാനും അവിടെ ധാരാളം 1000-ഓളം ആളുകൾ പല രാജ്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അനേകരെ പരിചയപ്പെടാനൊക്കെ ഇടയായി. ഒരിക്കൽ പാസ്റ്റർ ഡി മോഹൻ എന്ന ജനറൽ സൂപ്രണ്ടായ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഇന്ത്യയിലെ വലിയ ചർച്ചിൻ്റെ പാസ്റ്റർ, അദ്ദേഹം പ്രസംഗിച്ചതിന് ശേഷം ഓർഡർ കോൾ നൽകി ലോക സുവിശേഷീകരണത്തിന് സമർപ്പണമുള്ളവർ എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് കൈ ഉയർത്തി നിൽക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനം ദൈവം എനിക്ക് നൽകി. ഇടുക്കി ജില്ലയുടെ പോലെ തോന്നി ആദ്യം. പക്ഷേ ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ കുറേ ആഫ്രിക്കൻ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ട്രഡീഷണൽ ഡാൻസ് കളിക്കുന്ന, ഇടുപ്പ് ഉലുക്കി കളിക്കുന്നത് എനിക്ക് കാണുവാനിടയായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏതോ ഒരു ആഫ്രിക്കൻ രാജ്യമാണ് ദൈവത്തിന് എന്നെ അയക്കുവാൻ ഉപയോഗിക്കുവാൻ പദ്ധതിയുള്ള രാജ്യം. ഏതായാലും ശരി, ഞാൻ ആ രാജ്യത്തിന് വേണ്ടി വലിയ ആത്മഭാരത്തോടെ കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ലോർഡ്, ഐ ലൈക്ക് ടു ഗോ ടു ദാറ്റ് നേഷൻ. കർത്താവേ, എനിക്ക് ആ രാജ്യത്ത് പോകാൻ ആഗ്രഹമുണ്ട്. പ്ലീസ് ഗീവ് മീ എ കോണ്ടാക്ട് ത്രൂ ഹൂം ഐ ക്യാൻ ഗോ ദർ. എനിക്ക് ആരുടെ ത്രൂവിൽ പോകാൻ കഴിയുന്ന അറിയത്തില്ല, ഒരു കോണ്ടാക്ട് തരണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് യാചിച്ചപ്പോൾ ഒരു ദൈവശബ്ദം ഞാൻ കേട്ടു, ഗോ ആൻഡ് കോണ്ടാക്ട് വിത്ത് ദാറ്റ് പേഴ്സൺ. അങ്ങനെ ഒരു ശബ്ദം ഞാൻ കേൾക്കുവാനിടയായി. അങ്ങനെ ദൈവകൃപയാൽ ഞാൻ ഒരു അറബി വേഷമിട്ടൊരു ആഫ്രിക്കൻ പാസ്റ്ററിനെ ദൈവനെ കാണിച്ചു തന്നു. അദ്ദേഹത്തെ പരിചയപ്പെടാനിടയായി. അദ്ദേഹം പാസ്റ്റർ ഫ്രഡ് മുക്കാസ എന്ന ഒരു ദേവദാസനാണ്. അദ്ദേഹത്തിനോട് എന്നെ പരിചയപ്പെടുത്തി. ഞാൻ ഇന്ത്യയിൽ നിന്ന് പാസ്റ്റർ ഷൈജു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു, ഇന്ത്യയിൽ ക്രിസ്ത്യൻസ് ഉണ്ടോ? കാരണം ഗുജറാത്തികൾ ഒത്തിരി അവിടെ ആഫ്രിക്കയിലെ എല്ലാ പട്ടണങ്ങളിലും, പ്രത്യേകിച്ച് ഉഗാണ്ടയുടെ വലിയ ക്യാപിറ്റലിലൊക്കെ ആയിരക്കണക്കിനുണ്ട്. വലിയ ഗുരുദ്വാരയും പഞ്ചാബികളുടെ പോലെ ഹിന്ദുക്കളുടെ അമ്പലങ്ങളൊക്കെ ഉണ്ട്. അവിടെ ക്രിസ്ത്യൻസിനെ കണ്ടിട്ടില്ല. അപ്പോൾ അയാൾ വലിയ അത്ഭുതത്തോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ ശിഷ്യനായ തോമസ് ലീഗ 2000 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വന്നതിന് ശേഷം ഇവിടെ സുവിശേഷം അറിയിച്ചതിൻ്റെ ഭാഗമായ അനേക ജാതികൾ സുവിശേഷം ഗ്രഹിക്കുകയും അംഗീകരിക്കുകയും അനേക ക്രിസ്ത്യൻസിലെ കൺവെർട്ടായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അദ്ദേഹത്തിനോട് ദൈവം ഞങ്ങൾക്ക് നൽകിയതായ പല ദർശനങ്ങൾ, വട്ടവട്ട മൺകുടിലുകൾ, എയർപോർട്ട്, അവിടുത്തെ ഭക്ഷണ രീതിയൊക്കെ പല പ്രാവശ്യം ഞങ്ങളെ ദൈവം കാണിച്ച ദർശനമൊക്കെ ഷെയർ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമായി. ചേട്ടാ, ഇതൊക്കെ നിങ്ങളെങ്ങനെ അറിഞ്ഞു? ഇത് ഉഗാണ്ടയിലെ ഭക്ഷണ രീതിയാണല്ലോ. ഉഗാണ്ടയിൽ ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ അടുത്ത് ഇങ്ങനെ വട്ടവട്ട മൺകുടിലുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, വിഷമിക്കേണ്ട, ഞാൻ ഉഗാണ്ട ക്രിസ്ത്യൻ മിനിസ്ട്രീസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. എൻ്റെ കീഴിൽ 10-45 സ്കൂളും കുറേ ചർച്ചുകളും ഉണ്ട്. നിങ്ങളെ ഞാൻ അവിടെ എല്ലാം ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ അയച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇൻവിറ്റേഷൻ ലെറ്ററൊക്കെ അയക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. ഞങ്ങളുടെ കയ്യിൽ 100 രൂപ പോലും എടുക്കാനില്ലാത്തൊരവസ്ഥയായിപ്പോയി. വെറും 89 രൂപ, 88,000 രൂപ ടിക്കറ്റിനാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ദൈവം അൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക് ഒരു വിസിറ്റിന് പോകാനൊരു അവസരം നൽകി. കാരണം ഞങ്ങൾ ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് കയറിയപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ഞങ്ങളാണോ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത്? കാരണം ഞാനൊരു മലമ്പ്രദേശത്ത് ജനിച്ച് വളർന്ന വ്യക്തിയാണ്. മൂന്നാർ, അവിടെ എയർപോർട്ടില്ല, ഹാർബറില്ല. അപ്പോൾ ആകാശത്തിൽ വിമാനം പോകുന്ന കാണുമ്പോൾ ഓടി മുകളിലേക്ക് നോക്കി അത്ഭുതപ്പെട്ടുള്ള ആ ഫ്ലൈറ്റ് വിമാനം എന്നൊക്കെ പറഞ്ഞ് ആഹ്ലാദിക്കുന്ന കുട്ടികളിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ എനിക്ക് കർത്താവിൻ്റെ വേല നിമിത്തം മിഷണറിയായി സമർപ്പിച്ചതുകൊണ്ട് കർത്താവ് വിമാനത്തിൽ കയറാനുള്ള ഭാഗ്യം നൽകിയല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ആനന്ദ കണ്ണീര് ഞാൻ വിട്ടുകൊണ്ടിരിക്കും. എൻ്റെ വൈഫ് പറയാം, ഷൈച്ചായ, നമുക്കെന്തായാലും ഫ്ലൈറ്റിൽ കയറാനുള്ള ഭാഗ്യം ദൈവം നൽകിയല്ലോ, എനിക്ക് ഇനി ഒരു ആഗ്രഹമുണ്ട്, കപ്പലിലും കൂടി കയറണം. അപ്പോൾ ഞങ്ങളുടെ തൊട്ട് പറയിരിക്കുന്ന ഒരു ദേവദാസൻ ജേക്കബ് എന്നൊരു അച്ചായൻ പറഞ്ഞു, സഹോദരി വിശ്വസിച്ച ദൈവം നിങ്ങളെ പെട്ടെന്ന് തന്നെ കപ്പലിൽ കയറ്റുമെന്ന് പറഞ്ഞു. അതൊരു പ്രവചനമായി മാറി. ഞങ്ങൾ തമിഴ്നാട്ടിൽ മദ്രാസിൽ വന്നാണ് ഇറങ്ങിയത്, കൊളംബോയിൽ നിന്ന്. അവിടെ നിന്ന് ഞങ്ങൾ എൻ്റെ ഒരു ആൻറ്റിയുണ്ട് പാളയംകോട്ടയിൽ, ആൻറ്റി അവിടെ എൻ്റെ വല്യമ്മയെ കണ്ടിട്ട് വരുന്ന വഴിക്ക് ഈ നമ്മുടെ ആര്യങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് വണ്ടി നിർത്തി ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ ഒരു ദേവദാസനെ എൻ്റെ വൈഫ് പരിചയപ്പെടാനിടയായി.
അദ്ദേഹം അൻഡമാൻസിൽ ഗണേശൻ എന്ന് പറയും, കൊല്ലത്തുള്ള അദ്ദേഹം എല്ലാ വർഷവും ഈ സുനാമിക്ക് ശേഷം അൻഡമാൻസിൽ പ്രവർത്തിക്കാൻ പോകുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു, അൻഡമാൻസിൻ്റെ ഡീറ്റെയിൽ 33 ദ്വീപുണ്ടെന്നും 4 ലക്ഷം ജനമുണ്ടെന്നും അവിടെ ഹിന്ദിയും ബംഗാളിയും തമിഴ്നാട്ടുകാരും ഒക്കെ ധാരാളം ഉണ്ടെന്നും ഒക്കെ. അങ്ങനെ അവിടെ കർത്താവിൻ്റെ വേല നിമിത്തം അദ്ദേഹം പോകുന്നു, ഞങ്ങളോട് വരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചായ മേടിച്ച് വന്നപ്പോൾ എൻ്റെ വൈഫ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, അദ്ദേഹം ഈ ദിവസം അൻഡമാൻസിൽ പ്രവർത്തിക്കുന്ന നമ്മളെയും വിളിക്കുന്നു കപ്പലിൽ പോകാനൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അങ്ങനെ ഞങ്ങളോട് ആ ദൂതറിയിച്ചതായ നിങ്ങളെ പെട്ടെന്ന് തന്നെ ഷിപ്പിൽ കയറ്റുന്നു എന്ന് പറഞ്ഞ് ആ ദേവദാസനോട് അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഉത്സാഹം കണ്ടിട്ട് നിങ്ങളെ ആഫ്രിക്കയിലേക്ക് പോകാൻ വരെ ഞാൻ സ്പോൺസർ ചെയ്യാനായിട്ടിരിക്കുക, നിങ്ങൾക്ക് എത്ര രൂപ വേണം അൻഡമാൻസിൽ പോകണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഞാൻ പണ്ട് അവിടെ ഇരുന്നിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഞങ്ങൾക്കൊരു 10,000 രൂപ തരാനോടി. അങ്ങനെ ഞങ്ങൾ അൻഡമാൻസിൽ പോയപ്പോൾ അവിടെ ദൈവം ഞങ്ങളെ ഒരു 7 നേവി സ്കൂളിലും ഒരു ആർമി സ്കൂളിലൊക്കെ ഉപയോഗിച്ചു. പിന്നെയും കുറേ പ്രൈവറ്റ് ഗവൺമെൻറ് സ്കൂളിലൊക്കെ ഞങ്ങളെ ദൈവം കുട്ടികളിടയ്ക്ക് ശക്തമായി ഉപയോഗിച്ചു. സത്യം പറഞ്ഞാൽ അവിടെ ഈ 21-ാം നൂറ്റാണ്ടിലും ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ നഗ്നരായ ആഫ്രിക്കൻ നീഗ്രോട്ടിക് ട്രൈബൽസ് അവിടെയുണ്ട്. ജറവാസ്, സെൻറ്റിനിയൽസ്, ഓങ്കീസ്, ഗ്രേറ്റ് അണ്ടമാനീസ് എന്ന് പറഞ്ഞ ചില ഗോത്രങ്ങൾ ഇച്ചിരി വികസിതരായ വസ്ത്രങ്ങൾ ധരിക്കുന്നു. എന്നാൽ അവരെയൊക്കെ കണ്ടുകൊണ്ട് കാണുവാൻ ഞങ്ങൾക്ക് ഇടയായി. പ്രത്യേകിച്ച് ഈ ജറവാസിനെ കാട്ടിൽ കൂടി പോയപ്പോൾ ഹൃദയം തോർന്നു. നമ്മൾ പറയാറില്ല, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ദേ ആർ ഓൾസോ പാർട്ട് ഓഫ് ഇന്ത്യ, ദേ ആർ ഓൾസോ അവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അവരുടെ ആ ജീവിത രീതി കണ്ടപ്പോൾ ഹൃദയം തോർന്നു. ഒത്തിരി അവർക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. അവിടെ സുവിശേഷം അറിയിക്കാൻ പെർമിഷൻ ഇല്ല, എങ്കിലും കർത്താവേ ഈ ജനങ്ങളെ രക്ഷിക്കണമേ, അവർക്ക് ബോധം കൊടുക്കണമേ, വികസനം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കെ ഇടയായി. അങ്ങനെ ആ ഫസ്റ്റ് വിസിറ്റിന് ശേഷം ഫസ്റ്റ് വിസിറ്റിന് കഴിഞ്ഞ് അൻഡമാൻസിൽ നിന്ന് നിക്കോബാറിലേക്ക് പോയിട്ടാണ് കപ്പൽ വരുന്നത്. അങ്ങോട്ട് ഇപ്പോൾ 3 ദിവസത്തെ യാത്രയായിരുന്നു ചെന്നൈയിൽ നിന്ന് അൻഡമാൻസിലെ പോർട്ട് ബ്ലെയറിലേക്ക്. ഇങ്ങോട്ട് വരുമ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നിക്കോബാറിലുള്ള ആളുകളെ എടുത്തിട്ട് ചെന്നൈയിലേക്ക് വരുന്നത് 5 ദിവസത്തെ യാത്രയാണ്. അപ്പോൾ ഇവിടെ വെച്ച് നാട്ടിൽ വെച്ച് ഒരു ദൈവദാസൻ ഞങ്ങളോട് ആലോചന പറഞ്ഞു, റാന്നിയിൽ വെച്ച് നിൻ്റെ യാത്രയ്ക്കെത്തിട്ട് ഈശ്വരൻ്റെ മുന്നിൽ നടിക്കും, പതറരുത്, നിൻ്റെ വാഗ്ദത്ത ദേശത്തിൽ എത്തിക്കാൻ ദൈവം വിശ്വസ്തനാണ്. അപ്പോൾ അന്ന് ഒന്നും മനസ്സിലായില്ല. ഞങ്ങൾ അൻഡമാൻസിൽ നിന്ന് മെയ് മാസം 1-ാം തീയതി പോർട്ട് ബ്ലെയറിൽ നിന്ന് കപ്പൽ പുറപ്പെട്ടു നിക്കോബാറിലെ നാൻകോറി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. പോകുന്ന വഴിക്ക് 10 ഡിഗ്രി 15 ഡിഗ്രി ചാനലുണ്ട്, ഭയങ്കര ശക്തമായ ഒഴുക്കുള്ള സ്ഥലമാണ്. രാത്രി 12 മണിയായപ്പോൾ സൈക്ലോൺ അടിച്ചു. സൈക്ലോൺ അടിക്കുന്നൊക്കെ ഇങ്ങനെ വാർത്ത കേട്ടു, പിന്നെ കപ്പൽ പോകുന്നതായി. സത്യം പറഞ്ഞാൽ സൈക്ലോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള അർത്ഥം അന്ന് അറിയത്തില്ലായിരുന്നു. കൊടുങ്കാറ്റ്, വിൻഡ് കൊടുങ്കാറ്റ്, സ്ട്രോം കൊടുങ്കാറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ രാത്രി ഒരു 12-12:30 കഴിഞ്ഞപ്പോൾ ശക്തമായ കാറ്റടിക്കാൻ തുടങ്ങിയപ്പോൾ കപ്പൽ ഇങ്ങനെ ആടി ഒലിയാൻ തുടങ്ങി. ഇങ്ങനെ ആടി ഒലിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സീ സിക്നെസ്സായി, വോമിറ്റിങ് പോലെ തലകറക്കം വരും. അങ്ങനെ മൊത്തം AC ആണ്, അടച്ചു കിടക്കുന്നതാണ്. 1500 യാത്രക്കാരുള്ള 10 നിലയുള്ള വലിയൊരു കപ്പലാണ് സ്വരാജ് ദ്വീപ്. എങ്കിലും ഭയങ്കര വിഷമമായി. എങ്കിലും അല്പം പേടിയൊക്കെ വന്നപ്പോഴും ആ വാക്തത്വത്തിൽ വിശ്വസിച്ചു. ഒരു ദിവസം പറഞ്ഞല്ലോ, നിൻ്റെ യാത്രയ്ക്കെതിരെ ഈശ്വരൻ മുന്നിലടിക്കും, പതറരുത്, നിൻ്റെ വാഗ്ദത്ത ദേശത്തിലെത്തിക്കാൻ ദൈവ വിശ്വസ്തനാണ്. ആ വാചനപ്രകാരം ഞങ്ങൾ ഒന്നിച്ച്, ഞാൻ എൻ്റെ വൈഫും വേറൊരു ദേവാസനം ഉണ്ടായിരുന്നു, ബിജു എന്ന ദേവാസം, ഞങ്ങൾ ഒന്നിച്ചിരുന്ന് അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട ആ പാട്ടൊക്കെ പാടി ആശ്വസിച്ചു. അപ്പോൾ അവിടെ കുറേ തമിഴ്നാട്ടുകാരും കേരളീൻസൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങളുടെ വന്ന് ഞങ്ങൾ പേടിക്കാതെ പ്രാർത്ഥിക്കുകയും അതുപോലെ പാട്ട് പാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ അവരോടൊക്കെ ഞങ്ങൾ സുവിശേഷം പറഞ്ഞു. കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അവർക്കൊക്കെ ഞങ്ങൾ കളർ പെൻസിലും കുറേ VBSൻ്റെ ബുക്കൊക്കെ ഉണ്ടായിരുന്നു. VBS ഒക്കെ നടത്തിയിട്ട് വന്നത് അവിടുത്തെ മാർത്തോമ പള്ളിയിൽ. അങ്ങനെ ദൈവം കൃപ ചെയ്ത് 2 ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ നിക്കോബാറിലെത്തിയപ്പോഴത്തേക്ക് കാറ്റിൻ്റെ പ്രശ്നമൊക്കെ തീർന്നു. പിന്നെ 3 ദിവസത്തെ നേരിട്ട് യാത്രയാണ് ചെന്നൈയിലേക്ക്. അപ്പോൾ അതിലൊരു ക്യാപ്റ്റൻ, ഒരു സുനിൽ എന്നൊരു ദേവാസൻ, സുനിൽ എന്നൊരു രക്ഷിക്കപ്പെട്ടൊരു അധികാരി ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളെ തേടി വന്നു. ഏറ്റവും താഴത്തെ നിലയിൽ ബംഗ്ലാസ് ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തത്, 2000 രൂപയുടെ ടിക്കറ്റ്. പക്ഷേ ഒരു 8000 രൂപ ടിക്കറ്റിൽ യാത്ര ചെയ്യാൻ പറ്റിയ നല്ല ഡീലക്സ് റൂമിലേക്ക് ഞങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് ആ റൂമൊക്കെ അലോട്ട് ചെയ്തു തന്നു. അദ്ദേഹത്തിൻ്റെ ചിലയിൽ 3 ദിവസത്തെ ഫുഡ്, നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ്, നല്ല റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഒരുക്കി തരാനിടയായി. അപ്പോൾ ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തിയപ്പോൾ, ആ പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ദൈവം
ഞങ്ങൾക്ക് പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നാൽ ദൈവം ഞങ്ങളെ മാനിച്ചു. അനേകരുടെ സുവിശേഷം പറയുവാൻ ദൈവം ഞങ്ങൾ ഉപയോഗിച്ചു. കപ്പലിലൊക്കെ അങ്ങോട്ട് പോയപ്പോൾ തന്നെയും കപ്പലിൽ ഒരു പ്രോഗ്രാം ചെയ്യാനൊരു അവസരം കിട്ടിയായിരുന്നു. സഹയാത്രക്കാർക്ക് വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ വിളിച്ചു കൂട്ടി അവർ അനൗൺസ്മെൻറ്റ് ചെയ്തു. അതുപോലെ ഒരു വൈകുന്നേരം ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ഉണ്ട്, പപ്പറ്റ് ഷോ, മാജിക് ഷോ ഒക്കെ. അങ്ങനെ 200-ഓളം നേവി വലിയ ബിസിനസ്സുകാർ ആൾക്കാരൊക്കെ അവിടെ വന്ന് കൂടുവാനിടയായി. അവരെയൊക്കെ ഞങ്ങൾ എൻ്റർടൈൻ ചെയ്തുകൊണ്ട് ഇൻഡയറക്റ്റ് വേയിൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾ പറയുവാനിടയായി. എന്തായാലും ഞങ്ങളങ്ങനെ അത്ഭുതകരമായി ചെന്നൈയിൽ വന്നെത്തി. 5-ാം പക്കം. അങ്ങനെ ഞങ്ങൾക്ക് ആ യാത്ര മറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു 99 നടന്ന ഒരു സംഭവം എനിക്ക് ഒട്ടും മറക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ്. ഗ്രഹാം സ്റ്റീൻസ് എന്ന മിഷണറി കൊല്ലപ്പെട്ടതിന് 3 മാസത്തിന് ശേഷം ഞാനും എൻ്റെ കൂടെ കുന്ദൻ എന്ന ഒരു പയ്യൻ, അവൻ പണ്ട് RSS കാരനായിരുന്നു, അവൻ രക്ഷിക്കപ്പെട്ടു. അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൻ്റെ അപ്പുറം, ഒരു നദിയുടെ അക്കരെ ഒരു ഗ്രാമമുണ്ട്. അവിടെ ആരും ഒരിക്കലും സുവിശേഷം അറിയിക്കാൻ പോയിട്ടില്ല. അവിടെ നമുക്കിന്ന് പോയി ട്രാക്റ്റൊക്കെ കൊടുക്കാം, വീടുകൾ സന്ദർശിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കൂടെ ഒരു തമിഴ് പയ്യനുണ്ടായിരുന്നു, പുതിയ പയ്യൻ, ഹിന്ദിയൊന്നും അത്ര അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ 3 പേരും, നദിയിൽ പാലുമില്ല, ഇത്രയും വെള്ളമാണ്, സൈക്കിളൊക്കെ തലവെച്ച് ഞങ്ങൾ അക്കരെ കടന്ന് ട്രാക്റ്റുകളൊക്കെ ഇങ്ങനെ കൊടുത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്നത് ഒരു അമ്പലത്തിൻ്റെ മുറ്റത്ത് ആൽമരത്തിൻ്റെ ചോട്ടിൽ ഒരു 10-50 ആൾക്കാർ കൂടി എന്തോ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കുന്ദനെയും ഞങ്ങളെ ഒന്നിച്ച് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഈ കുന്ദൻ ഇപ്പോൾ ക്രിസ്ത്യാനിയായി, ഈസായി ആയി, അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ഇവനെ ക്രിസ്ത്യാനിയാക്കിയത് ഇവന്മാരായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമേ പറഞ്ഞു എൻ്റെ കൂട്ടുകാരോട്, ട്രാക്റ്റൊക്കെ പബ്ലിക്ക് പിടിക്കേണ്ട, ബാഗിൻ്റെ അകത്ത് വയ്ക്കുക, നമുക്ക് അങ്ങോട്ട് പോയിട്ട് കൊടുക്കാം. പക്ഷേ കറക്റ്റ് ആ അമ്പലത്തിനടുത്ത് വന്നപ്പോൾ ഒരുത്തൻ ചാടി വീണിട്ട് ഒരു നീളത്തിലൊരു തോക്കുമായിട്ട് എൻ്റെ മുമ്പിൽ നിന്നിട്ട്, രുക്ക് हमारे गाँव में घुस करके प्रचार करने को तेरे को इतना हिम्मत എന്ന് വെച്ചു. ഞങ്ങളുടെ ഗ്രാമത്തിൽ കയറി പ്രസംഗിക്കാൻ നിനക്ക് ഇത്ര ധൈര്യമോ? ഞാൻ പെട്ടെന്ന് പേടിച്ചു, എന്താ ചെയ്യണമെന്ന് മനസ്സിലായില്ല. പക്ഷേ എൻ്റെ ചിന്ത ഇങ്ങനെ പോയി, എന്തായാലും ഒരു ദിവസം മരിക്കും. മിഷണറിയായിട്ട് നമ്മളെ സമർപ്പിച്ചതാണ്, രക്തസാക്ഷിയായിട്ട് മരിക്കേണ്ടി വന്നാലും മരിക്കാൻ തയ്യാറാണെന്ന് ചെറുപ്പത്തിലൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പേടിച്ചില്ല. കർത്താവിന് വേണ്ടി മരിക്കുന്നത് ഒരു ധീരമരണമാണ്, ലോകമറിയും. കാരണം ഗ്രഹാം സ്റ്റീൻസ് എന്നൊരു ഒറീസ മിഷണറി ഒറീസയിൽ കൊല്ലപ്പെട്ടപ്പോഴാണ് ലോകം അറിഞ്ഞത് വെള്ളക്കാർ ഈ കാലഘട്ടത്തിലും നമ്മുടെ ഇന്ത്യയിൽ കുഷ്ഠരോഗികളുടെ ഇടയ്ക്കൊക്കെ കർത്താവിന് വേല ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല. കർത്താവ് എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചോദിച്ചോ, മനസ്സിൽ എനിക്കൊരു ബുദ്ധി നൽകി. ശത്രുക്കളെ സ്നേഹിക്കുക, അല്ലേ? ശത്രുക്കളുടെ ആ ശത്രുത മാറി അവരെ സുഹൃത്താക്കാൻ കഴിയും. ആ ഒരു വചനം എനിക്ക് ഓർമ്മ വന്നു. ഉടനെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഈ തോക്കുകാരനെ നോക്കാതെ അദ്ദേഹത്തിൻ്റെ നേതാവിനെ നോക്കിയപ്പോൾ ഒരു പണ്ഡിറ്റ്ജി, എനിക്ക് ഇച്ചിരി മുഖപരിചയം തോന്നി. കാരണം ഒരു ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് ഞാൻ പപ്പറ്റ് ഷോ ചെയ്യുമ്പോൾ റോട്ടിൽ നിന്ന് ഇങ്ങനെ കണ്ട് രസിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അയാളെ നോക്കിയിട്ട്, അരേ നേതാജി നമസ്തേ, ആപ് മേരൊക്കെ പഹച്ചാനത്തേക്കിനി, എന്നെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. അയാൾ, അരേ ആപ് മാസ്റ്റർ സാഹബ് എന്നാന്ന് ചോദിച്ചു. നിങ്ങൾ അധ്യാപകനല്ലെന്ന് ചോദിച്ചു. കാരണം സ്കൂളിൽ പ്രോഗ്രാം ചെയ്യുന്ന എന്നെ കണ്ടിരുന്ന ആൾ. അതെന്ന് പറഞ്ഞു. ഉടനെ തോക്കാനോട്, ബന്ധുക്ക് നേച്ചറൊക്കെ ഇത്തോ ഗുരുജിയെ അധ്യാപകരാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കയ്യിൽ നിന്ന് നമസ്കാരം നൽകി പറഞ്ഞ് ഞങ്ങളെ കസേരയിലിരുത്തി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാ ശരിക്കും, നിങ്ങൾ എന്താ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ഉദ്ദേശം എന്താണ്? ഞാൻ പറഞ്ഞു, ഞാൻ കേരളീയനാണ്. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നല്ല സുഖവാസ കേന്ദ്രമായ എൻ്റെ നാടും നല്ല ഭക്ഷണവും ക്ലൈമറ്റും എല്ലാം വിട്ടിട്ട് ഈ വടക്കേന്ത്യയിൽ വന്നിരിക്കുന്നത് നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നുണ്ടാകും. നിങ്ങൾക്ക് നല്ല പുസ്തകങ്ങൾ തരാനും നല്ല അറിവ് തരാനുമായിട്ട് വന്നവരാ, ബോധവൽക്കരണ ക്ലാസ്സൊക്കെ നടത്തുന്നവരാ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുസ്തകം കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, അരേ സാബ് ഇതർ ജോ ബൈറ്റേ ഹേ ആദാസെ, അത് അൺപഡ് ലോകം, ഇവിടെ ഇരിക്കുന്നതിൽ 50% ആൾക്കാർ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, അവർക്കൊന്നും വായിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആർട്ടിസ്റ്റും കൂടിയാണ്, ഞാൻ ഈ സംസാരിക്കുന്ന അമേരിക്കൻ പാവയുണ്ട്, ഇങ്ങനെ ഹാൻഡ്രിക്സ്, ഇതിലൂടെയൊക്കെ ഞാൻ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമിലൂടെ ബോധവൽക്കരണം നടത്തുന്ന ആളെന്ന് പറഞ്ഞു. അരേ ഐസാത്ത കറോ എന്ന് പറഞ്ഞു. അപ്പോൾ നല്ലൊരു പാട്ട്, സുനലു മേരേ ഭായു മസിഹാ മേരാ दुनिया में आया, अंधों को आंगे, गूंगों को बोली, बहरों को शब्द सुनाया, सुनाने यीशु दुनिया में आया. ആ പാട്ടൊക്കെ ഞാൻ പാടി. അപ്പോഴത്തേക്കും അവർ അറിയാതെ കൈയടിച്ച് ആ പാട്ട് ഏറ്റുപാടുന്ന ഒരു ഗ്രാമീണ സുവിശേഷ പാട്ടാണ്. അതിനുശേഷം ഞാൻ പപ്പറ്റ് ഷോ കാണിച്ച് അവരെല്ലാം ചിരിപ്പിച്ച് കയ്യിലൊതുക്കി. യേശു ആരാണ്, എന്തിനു വന്നു എന്നുള്ള കാര്യം സുവിശേഷം ഒരു 5 മിനിറ്റ് പറഞ്ഞപ്പോഴത്തേക്കും ആ തോക്ക് കാണിച്ചുകൊണ്ട് എൻ്റെ കാലിൽ വന്ന് വീണിട്ട്, അരേ മാസ്റ്റർ സാബ് മുझे മാഫ് കർണ, ഞാൻ അറിവില്ലായ്മയിൽ നിങ്ങൾ നേരെ തോക്ക് ചൂണ്ടി എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ യേശു ഇത്രയും നല്ലൊരു ദൈവമാണ്, ഇത്രയും നല്ലൊരു ദൈവത്തെക്കുറിച്ച് പറയാൻ വന്ന നിങ്ങളെയാണ് ഞാൻ വെടിവെക്കാൻ വന്നത്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞു, തേക്ക് അവിടെ ഒരു സ്കൂളുണ്ട്, ഞങ്ങളുടെ ഗ്രാമത്തിലെ 100-150 പിള്ളേർ പഠിക്കുന്ന ഒരു സ്കൂളുണ്ട്, അവിടെയും പോയി പ്രോഗ്രാം ചെയ്തിട്ടേ പോകാമെന്ന് പറഞ്ഞ് തോക്ക് കാണിച്ചു വഴി കാണിച്ചു തന്നു. ഒരു 21 രൂപയുടെ പുസ്തകം കാശിന് വിൽക്കുന്നതും പറ്റൂ, കുറേ ഫ്രീ ട്രാക്റ്റും കൊടുത്ത് വായിക്കാറുന്നൊരു മേടിച്ചു. ആ സ്കൂളിൽ ഞങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ട് വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് വെച്ച് ആ പണ്ഡിറ്റ്ജിയെ കണ്ടു, ബ്രാഹ്മണനെ. അയാൾ പറഞ്ഞു,
अरे साहब आपने जो किताब दिया बहुत अच्छा किताब था. യേശുവിനെ കുറിച്ചുള്ള ഒരു ലൈഫ് സ്റ്റോറി പോലെയുള്ള ഒരു പുസ്തകമാണ്. 5 രൂപയുടെ ഒരു പാക്കറ്റാണ്. അതിൽ പറഞ്ഞ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് മോട്ടാ കിതാബ് ചെയ്യും, എനിക്ക് വണ്ണമുള്ള ബൈബിൾ വേണമെന്ന് ചോദിച്ചു മേടിക്കാനിടയായി. അതിനുശേഷം ഞാൻ ആ പട്ടണം വിട്ട് വന്നു, ആ സ്ഥലം വിട്ട് വന്നു. 14 വർഷശേഷം ഞാൻ അവിടെ പോകുവാനിടയായി. ജെംസിൽ എന്നെ ഒരു തള്ളപ്പെട്ട കല്ലെ പോലെ ഞാൻ പുറത്തു പോകേണ്ടി വന്നു, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ. പക്ഷേ ജോസഫിനെ പോലെ 14 വർഷശേഷം ദൈവം എന്നെ അവിടെ, ഞാൻ ആദ്യം ഒരു ട്രൈബൽ മിഷണറി ആയിരുന്നു, 4 ജില്ലയിലെ പ്രവർത്തനമായിരുന്നു. പക്ഷേ എന്നെ 2 സ്റ്റേറ്റിൻ്റെ ഒരു ഹിന്ദി ചർച്ച സലയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായിട്ട് ദൈവം എന്നെ അവിടെ ഉയർത്തി. അതേ സ്ഥാപനത്തിൽ ഹെഡ് ക്വാർട്ടറിൽ എന്നെ കൊണ്ടുചെന്നു. അവിടെ ചെന്നപ്പോൾ ഞാൻ ആ സ്ഥലം വിസിറ്റ് ചെയ്തപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്നെ കൊല്ലാൻ വന്ന ആ സ്ഥലത്തിനടുത്ത് ഒരു സ്കൂൾ ജസ്റ്റ് ഞാനുള്ള സമയത്ത് എൻ്റെ ഒപ്പം താമസിച്ച ഒരു പ്രധാന സിസ്റ്റം ആരംഭിച്ചിരുന്നു. അന്ന് ബിൽഡിങ്ങൊന്നും അങ്ങനെ പണിതിട്ട് പോലുമില്ല. എന്നാൽ ദൈവം അനുഗ്രഹിച്ച് അതൊരു ഹൈസ്കൂളായി മാറിയിരിക്കുന്നു. 850 പിള്ളേർ പഠിക്കുന്ന ഈ പറഞ്ഞ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ധാരാളം കുഞ്ഞുങ്ങൾ വന്ന് ആ സ്കൂളിൽ പഠിക്കുന്നു. അവിടെ മനോഹരമായ 100-250 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു നല്ല ചർച്ചും പണിയപ്പെട്ടിരിക്കുന്നു. ആ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന് വേണ്ടി ഗോതമ്പ് മണി നിലത്ത് വീണ് ചാവുന്നില്ലെങ്കിൽ അത് ഫലം കൊടുക്കുന്നില്ല. കൊയ്ത്തോ വളരെയധികം വേലക്കാരോ ചുരുക്കം. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വേല ഇനിയും കേട്ടിട്ടില്ല, അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്കായി അനേക ഗ്രാമങ്ങൾ കാത്തിരിക്കുന്നു, അനേക പട്ടണങ്ങൾ കാത്തിരിക്കുന്നു ഒരു മിഷനറിക്ക് വേണ്ടി. ഇന്ന് യേശുവിനറിയാതെ പ്രകൃതി ശക്തികളെയും മനുഷ്യരെയും മൃഗങ്ങളെയും പാമ്പിനെയും നദീനെയൊക്കെ ആരാധിക്കുന്ന ജനങ്ങളാണ് വടക്കേന്ത്യയിലുള്ളവർ. അപ്പോൾ അവരോട് യേശുവിൻ്റെ സ്നേഹം പറയാനുള്ള ഭാഗ്യം ലഭിച്ചു. അതിൻ്റെ റിസൾട്ട് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. അങ്ങനെ ഞാൻ